ഹായ്. ഇഗ്നോയുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു ബ്രൗസർ തുറന്ന് സമർത്ത് ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്ത് സമർത്ത് അഥവാ ഇഗ്നോയുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആയിട്ടുള്ള സമർത്തിലേക്ക് ലോഗിൻ ചെയ്യുക. അങ്ങനെ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മുടെ യൂസർ നെയിമായിട്ടും പാസ്വേഡും നമ്മൾ അതിൽ ഫിൽ ചെയ്ത് ക്യാപ്ഷയും ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ യൂസർ നെയിം പാസ്വേഡും ഇൻകറക്റ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഏതെങ്കിലും കാരണത്താൽ അത് സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാവാം അങ്ങനെ കാണിക്കാറുണ്ട് ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് റീസെറ്റ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ പോയിട്ട് പുതിയ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ഫില്ല് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്ഷ ഫിൽ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മളെത്തും. നമ്മുടെ ഇഗ്നോയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ ഡാഷ്ബോർഡാണ്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമ്മളപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി, എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമ്മൾക്ക് കുറച്ച് അധികം ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം എന്നുള്ളതാണ് നമ്മൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. മറ്റ് ഓപ്ഷൻസ് ഉദാഹരണത്തിന് വ്യൂ കോഴ്സസ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാമിനേഷൻ എന്നുള്ളത് നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ അഥവാ എക്സാമിനേഷൻ എലിജിബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെർച്ച് എക്സാം സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിലോ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ എക്സാം സെൻറ്ററുകളുണ്ട് എന്ന് സെലക്ട് ചെയ്യാൻ. ഉദാഹരണത്തിന് ഇവിടെ ഡിസ്ട്രിക്റ്റ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേതെങ്കിലും ഡിസ്ട്രിക്റ്റ്, ഉദാഹരണത്തിന് കോഴിക്കോട് വെക്കുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. കോഴിക്കോട് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കോളേജുകൾ അല്ലെങ്കിൽ എക്സാം സെൻറ്ററുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് എക്സാം സെൻറ്ററിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നതെന്നുള്ളതും ഏതൊക്കെ പേപ്പേഴ്സുകളാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ എന്നുള്ള താഴെയുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിക്ലറേഷൻ ഫോം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എക്സാമിനേഷൻ്റെ റീജിയൻ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഏത് സ്റ്റഡി സെൻറ്ററിലാണ് നമ്മുടെ രജിസ്ട്രേഷനെങ്കിലും നമുക്ക് എക്സാമിനേഷന് വേണ്ടി ഏത് റീജിയണിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്റ്റഡി സെൻറ്ററുള്ള റീജിയൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കിഷ്ടമല്ല, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ അത് കൊച്ചിൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ സെൻറ്റർ ഏതാണെന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും അടുത്തുള്ളതോ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ PWD സ്റ്റാറ്റസ്, നമ്മുടെ ഡിസബിലിറ്റി സ്റ്റാറ്റസ് നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഏതാണ് ആപ്ലിക്കബിൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അത് സെലക്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എസ് കൊടുക്കണം. എസ് ആണ് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് എസ് എന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സുകൾ, നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഈ ആക്ഷൻ എന്നുള്ള ആ ഒരു കോളത്തിൽ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 3 കോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത്. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് 3 ഇവിടെ കാണിക്കും. നമ്മൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ പേപ്പേഴ്സ് സബ്ജക്റ്റുകൾ
നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ആ എക്സാമിനേഷൻ സെൻറ്ററിൽ ഇല്ല എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് കോഴ്സ് എന്നുള്ള അടിയിലുള്ള ആ ഒരു നീല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഇത് ചേഞ്ച് ചെയ്യാനും നമുക്ക് ആ എക്സാമിനേഷൻ സെൻറ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകളുണ്ടോ എന്നുള്ളത് നോക്കാനുമൊക്കെ സാധിക്കും. അങ്ങനെ നമ്മൾ ഒക്കെ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മുടെ വേണ്ട സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക. ഇത് ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പുറകോട്ട് വന്ന് ഒന്നുകൂടി ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ മൂന്നെണ്ണം സെലക്ട് ചെയ്യുന്നു. എൻ്റെ കേസിൽ ഞാൻ 3 സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഓരോ പേപ്പറിനും 200 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. പ്രാക്ടിക്കലിന് 500 രൂപയാണ് ഈ കേസിലുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾക്കും അതല്ലെങ്കിൽ ഓരോ പേപ്പറുകൾക്കും അതിൻ്റേതായിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിവിടെ എത്ര എമൗണ്ടാണ് ടോട്ടൽ വന്നിട്ടുള്ളത് എന്ന് കാണിക്കും. ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 600 രൂപയാണ് എനിക്കായിട്ടുള്ളത്. നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോവുക. അവിടെ നമുക്ക് വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. നമുക്ക് എത്രയാണ് അടയ്ക്കാനുള്ള പൈസ എന്നുള്ളതും കാണിക്കും. ഇപ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് UPI കാർഡ്സ്, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ട്. എൻ്റെ കേസിൽ ഞാൻ UPI സെലക്ട് ചെയ്ത് അത് ഫോണിലെ UPI ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണ്. നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പേയ്മെൻറ്റ് ഓക്കെ ആവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റീഡയറക്റ്റ് ചെയ്ത് വന്ന സമയത്ത് എനിക്കൊരു ബ്ലാങ്ക് പേജാണ് ലഭിച്ചത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സക്സസ് ആയിക്കഴിഞ്ഞാൽ സബ്മിറ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇൻ കേസ് ഈ ഒരു കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ബ്ലാങ്ക് പേജ് ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഡ്രാഫ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളെവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് പോവുക. കുറേ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ എന്നുള്ള ലിങ്കിൽ പോയിട്ട് രജിസ്ട്രേഷൻ എന്നുള്ള അതിൽ പോയി രജിസ്ട്രേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റിൽ പോയിട്ട് മൈ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം അതിൽ ഫൈനൽ സ്റ്റാറ്റസ് നോക്കുന്ന ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫൈനൽ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് എന്നുള്ളതായിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഫീ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സ്റ്റാറ്റസിലേക്ക്, അതായത് പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെയ്ഡ് എന്ന് കാണിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സക്സസ് ക്യാപ്ചേർഡ് എന്നും കാണിക്കാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് വീണ്ടും പോവുക. അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആയി എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമുക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അഥവാ വീണ്ടും ഒരു ഫ്യൂച്ചർ യൂസേജിന് വേണ്ടിയിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. സബ്മിഷൻ നടന്നതിന് ശേഷം വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഇഗ്നോ ഓൺലൈൻ വഴി നൽകുന്നില്ല. നമുക്കത് സേവ് ചെയ്ത് അത് നമ്മുടെ ലാപ്പിലോ മൊബൈലിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.